എന്ന കലാരൂപത്തിലേക്ക് സാറിനെ ആകർഷിച്ചത് എങ്ങനെയായിരുന്നു? നാടൻപാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ നാടൻപാട്ടിനെ ആകർഷിക്കുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് പറഞ്ഞു തുടങ്ങും. അതായത് മനുഷ്യനോളം പഴക്കമുണ്ടെന്നാണ് നാടൻപാട്ടിനുള്ളത്. കാരണം പണ്ട് കാലത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത് മനുഷ്യൻ ആദ്യം തേടി പെറുക്കി തന്നെ ജീവിച്ചൊരു കാലഘട്ടമില്ല. അങ്ങനെ കാലഘട്ടം അത് കഴിയുമ്പോൾ അവർ അംഗസംഖ്യ കൂടിപ്പോയി ഇല്ലേ? അംഗസംഖ്യ സ്വന്തമായിട്ട് കൃഷി എന്തെങ്കിലും ചെയ്യാതെ ജീവിക്കാൻ മാർഗമില്ല, ഭക്ഷണമില്ല. അപ്പോൾ ആ തരത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യാനുള്ള ഇതിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ കൃഷിയായി. ആ കൃഷി ഒക്കെ പണിയെടുക്കുന്ന സമയത്ത് ഇവരുടെ ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടി നാടൻപാട്ടെന്നൊരു സംഭവം ഉണ്ടായി വന്നത്. നാടൻപാട്ട് അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഇവരുടെ ഈ ജോലിയുടെ ഭാരം കുറയുന്നതായിട്ട് ഒക്കെ ഒരു ചിന്ത വരുന്നു. അതുകൊണ്ട് നാടൻപാട്ടുകൾ അന്ന് വാമൊഴിയുള്ളൂ മക്കളെ. അതായത് വാമൊഴിയും വരമൊഴിയുണ്ട്. വാമൊഴി അതാ പറയാം, അത് എഴുത്തില്ല എന്നൊന്ന്, അത് നമ്മൾ പറയും വാമൊഴിയാണ്. വരമൊഴി എഴുത്തൊക്കെ ഇപ്പോഴല്ലേ വന്നേ. അപ്പോൾ അന്ന് ഇപ്പം ഞാനൊരു പാട്ട് പാടുവാണ്. അപ്പോൾ അത് മോളുടെ മനസ്സിലേക്ക് ആ പാട്ട് കയറുക. അപ്പം മോളത് അടുത്ത ഇതിൽ പാടി കൊടുക്കുക, മനസ്സിലായോ? അങ്ങനെയാണ് ഈ വാമൊഴി എന്ന ഇത് നിൽക്കുന്നത്. ഇല്ല, അതായത് അതിൻ്റെ വേറൊരു പതിപ്പെന്ന് പറഞ്ഞാൽ പറയാം, അജ്ഞാത കർത്തൃകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആരാണ് എഴുതിയെന്നോ ആരാണ് ഇത് ചെയ്തു വെച്ചെന്നോ ആർക്കും അറിയില്ല. അതിങ്ങനെ ഓരോ തലമുറ കഴിഞ്ഞ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. അപ്പം അന്ന് മുതലുള്ള ഭാഷയിലും വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അന്നത്തെ ഭാഷ ഇന്നത്തെ ഭാഷയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് ഇപ്പം എൻ്റെ ഞാൻ ചെയ്തൊരു പാട്ട്, അല്ലെ അന്ന് ചെയ്ത ഒരു പാട്ട് അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ ചിലപ്പം ഞാൻ ചെയ്തു വെച്ചത് മുഴുവൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാനതിൻ്റെ ബാക്കി കൂടെ പൂരിപ്പിക്കുകയാണ്. എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഒരു ചിന്തയും കൂടെ അവിടെ വെക്കും. അതാണ് രചിക്കുവല്ല പറഞ്ഞു, വാമൊഴിയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ നാടൻപാട്ടിന് ഒരു ഇന്നയാളാണ് ചെയ്തത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതാണ് അജ്ഞാത കർത്തൃകങ്ങൾ എന്ന് പറയുന്നത്. എഴുതിയത് ആരാണെന്ന് അറിയില്ല. അതാണ് നാടൻപാട്ടിൻ്റെ ഇത്. നാടൻപാട്ടിനെ കുറിച്ച് പറയുമ്പം നാടോടി സാഹിത്യം, ആ നാടോടി സാഹിത്യം, നാടോടി കഥകൾ, കഥാഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് തരങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു വിഭാഗം നാടൻപാട്ടുകൾ. അപ്പോൾ നാടൻപാട്ടിനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അന്നത്തെ സംസാര വിഷയങ്ങളാണ് ഏത് അല്ല എഴുതി വെക്കുന്നതല്ല. നമ്മൾക്ക് ഇനിയൊരു വലിയൊരു ചിന്തയിൽ നിന്ന് ഒന്നും ചെയ്യുന്നത്, നമുക്കിപ്പം എന്ത് തോന്നുന്നോ അത് പാടുകയാണ്. നാടൻപാട്ടേ നമുക്ക് എന്ത് തോന്നുന്നു അത് പാടുക. അപ്പം വിത്ത് കളയ്ക്കുക, വിത്ത് കളയ്ക്കാനൊക്കെ വേണ്ടി ആളുകൾ ഇങ്ങനെ നിൽക്കാൻ നിൽക്കുക. അപ്പം ചോദിക്കുക, അപ്പം രണ്ട് കൂട്ടരും അപ്പുറം ഇപ്പം പണിയുന്നുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുക, നിങ്ങളുടെ നാട്ടിലെല്ലാം എന്തെല്ലാമാണടോ പണി? അപ്പം തിരിച്ചിങ്ങോട്ട് പറയാം, ഞങ്ങളുടെ നാട്ടിലെല്ലാം ഞാറുനടിയിലാണടോ പണി. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഈ സംസാരം പറയാവുന്ന നാടൻപാട്ടിൻ്റെ പാട്ട്. ഇവർ പണിയെടുക്കുന്ന ഈ ആയാസം മറക്കും. അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത്. പിന്നെ നാടൻപാട്ടിനകത്ത് വിനോദത്തെക്കുറിച്ച് ഉണ്ട് പാട്ടുകൾ. അതേപോലെ തന്നെ വീരപുരുഷന്മാരെക്കുറിച്ച്, പിന്നെ ചരിത്രപരമായ ഗാനങ്ങൾ, പിന്നെ അനുഷ്ഠാന കലകളെക്കുറിച്ച് പാട്ടുകൾ, ആചാരങ്ങളെക്കുറിച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാടൻപാട്ടിനകത്ത് വരുന്നത്. അവരെ തൊട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ സമൂഹത്തിലെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ട് ജാതീയമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലത്ത് ചെയ്തു വെച്ചൊരു പാട്ടുണ്ട്, എപ്പോഴും പറയും. വില്ലുവണ്ടി കേട്ടിട്ടുണ്ടോ? വില്ലുവണ്ടി ആരുടെ? അയ്യങ്കാളി. അപ്പം അങ്ങനെയുള്ള ചരിത്രത്തിലുള്ള പുരുഷൻ അവരൊക്കെ അങ്ങനെ ഒരു പാട്ടുകളുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ ഒരു രണ്ടുപേരും. വില്ലുവണ്ടിയിലേറി വന്നതുമാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വില്ലുവണ്ടിയിലേറി വന്നതുമാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. അതൊക്കെ ആ കാലത്ത് പാടിപ്പാടി പോന്നതാണ്. ഇപ്പം വന്നപ്പം വരികളൊക്കെ മാറ്റമുണ്ട്, അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള വീരന്മാരെ കുറിച്ചുള്ള പാട്ടുകൾ.
പിന്നെ വിനോദം. ഉം. വിനോദം എന്ന് ഇപ്പം നമുക്ക് ഈ കോലുകളിയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. ആ അപ്പം അങ്ങനെ കോലുകളി പാട്ടുണ്ട് വെള്ളത്തെ. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയുന്നത് കേട്ടോ. പടക്കളം തന്നിൽ ഒരു നല്ല വിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, ആശയവനേറെയുണ്ടല്ലോ, മിശ ബഹുകേമമാണല്ല, അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ തകൃതത്താതെ. അങ്ങനെ ഇപ്പം കളിക്കുമ്പോഴുള്ള പാട്ടുകൾ. അപ്പം അതേപോലെ തന്നെയാണ് ഈ നാടൻ പാട്ടിനിടയ്ക്ക് ഇവർ പാടി വരുമ്പം ഈ കൂടെ ഏറ്റുപാടും വായ്ത്താരിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അപ്പം ഇപ്പം ഞാൻ പാടിയ തകർത്ത അതുപോലെ അതിനകത്ത് വരുന്നതാണ് ഈ വായ്ത്താരി എന്ന് പറയും. ഇപ്പം നമുക്ക് ആ കൃഷിയിടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പണിയാൻ പോകുമ്പോൾ അവരെല്ലാം ഒന്ന് ഒരുമിച്ചായി കുടുംബക്കാർ മൊത്തത്തിൽ പണിയാൻ പോകുന്നു കേട്ടോ. അപ്പം പണിയാൻ പോകുമ്പോൾ പല ദേശങ്ങളിൽ നിന്ന് വരുന്നവർ അപ്പം പണിയൊക്കെ തേടി വന്നു വെച്ചാൽ അവിടെ വരിക. അപ്പം കുട്ടനാട്ടിലൊരു പാട്ട്, പഴയ പാട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും പണിയെടുക്കുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പല പേരുകൾ, പല നാടുകൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം കുട്ടനാട്ടിൽ പാടം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയനണുങ്ങരും കൂട്ടരും അച്ഛനന്മാരവരൊത്തുകൂടി. അപ്പം ഇതിൻ്റെ ഒരു ഇടശീല എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു വായ്ത്താരി, ഇടശീല എന്നാണ് അതിന് പറയുന്നത്. കുട്ടനാട്ടിൽ പാടം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയനണുങ്ങരും കൂട്ടരും അച്ഛനന്മാരവരൊത്തുകൂടി. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. ഇതാണ് ഇടശീല. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. അപ്പം ആരൊക്കെ വരുന്നുണ്ടേ, അത് എവിടെ നിന്നൊക്കെ വരുന്നെന്ന്. രാമങ്കരി കുന്നങ്കരി ചെന്നങ്കരി ചാത്തങ്കരി വെട്ടിത്തൂരിത്തുന്ന കോഴിമുക്ക്, അങ്ങനെ ഒരു കുറേ പേരുകളാണ്. അപ്പം ആ വരുന്ന സ്ഥലങ്ങളുടെ പേര് അവർ പണിയാൻ വരുന്നത്. അതോടൊപ്പം അവിടെ വരുന്ന ആരൊക്കെയാ? ചിത്തിര ചീര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി. അതെല്ലാം പേരുകളാണ്. പഴയ കാലത്ത് അങ്ങനെയൊക്കെയല്ല പേരുകൾ. ചിത്തിര ചീര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി, കുട്ടനാട്ടിൽ പാടം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. അങ്ങനെ ഒരു പാട്ട്. അപ്പോൾ ഇത് ഈ നാടൻപാട്ടിൻ്റെ ഒക്കെ കഥകളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ ഇവിടെ ചോദിച്ചതിന് ബാക്കി ഞാൻ പറയാം. അതിലേക്ക് വരുന്ന മുമ്പ് നമ്മുടെ കേരള സമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഓണം, കാരണം ഈ നാടൻപാട്ടുകളൊക്കെ വന്നേക്കും പണ്ട് കാലം മുതൽ വന്നേക്കുന്നില്ല. ഈ നമ്മുടെ ഈ മനസ്സിലുള്ള ചിന്തകളും എല്ലാം ദുഷ്ചിന്തകളെല്ലാം മാറി നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും നാടൻപാട്ടിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇപ്പം പറഞ്ഞ റാപ്പ് പോലുള്ള അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യട്ടെ, ഞാൻ എതിരല്ല. കാരണം ഇപ്പോഴേ ആരെന്ത് ഇഷ്ടപ്പെടുന്നു അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കൊടുക്കുക, അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഴയ ചെയ്തു വെച്ചിരുന്ന പാട്ടാണെങ്കിൽ പോലും അതിനെ മോശമാക്കാതെ ഇച്ചിരി നന്നാക്കാൻ ഒരു ശ്രമം നടത്തുക. അപ്പോൾ റാപ്പാക്കുക, അപ്പോൾ കുഴപ്പമെന്തിരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇമ്പമുണ്ട്, അവർക്ക് ഇഷ്ടവുമാണ്. എന്നാലും പഴയത് നശിപ്പിച്ച് കളയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പഴയ പാട്ടുകൾ ഇപ്പം ഈ റാപ്പിലേക്ക് ഒരുപാട് പാട്ടുകൾ പഴയതൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെങ്കിലും ആ പാട്ടുകൾ വീണ്ടും ഇവിടെ ആളുകൾ കേൾക്കാൻ ഇടയാകുന്നത് ഇതുകൊണ്ടാണല്ലോ, അല്ലേ? പുതിയ കാലത്ത് അപ്പം അത് കുഴപ്പമില്ലാത്തൊരു ചിന്തയാണ്. അല്ലെ ഇപ്പം പല പാട്ടുകളും ഇപ്പം തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഒരുപാട് നൃത്തച്ചുവടുകളൊക്കെ വെക്കുന്നത് അച്യുതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവഗീതൻ, അതൊക്കെ ഒരുപാട് പഴയ പാട്ടുകളാണ്. പക്ഷേ ഇതിപ്പോൾ ഏറ്റെടുത്ത് വന്നപ്പോഴല്ലേ പുതിയൊരു ട്രെൻഡിലേക്ക് മാറി. അപ്പം അങ്ങനെ അത് ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല വ്യക്തിപരമായിട്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് നാടൻ പാട്ടിനുള്ള പ്രേക്ഷക പ്രീതി കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നാടൻ പാട്ടിനുള്ള പ്രേക്ഷക പ്രീതി കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഇപ്പം ഏറ്റവും ട്രെൻഡായി നിൽക്കുന്നു റാപ്പ് വേടൻ. അപ്പം അദ്ദേഹത്തിന് വ്യക്തിപരം പോട്ടെ, ഞാൻ അങ്ങോട്ടല്ലേ പോണേ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് പേര്, ഒരുപാട് ആളുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള താളം പാട്ടുകൾ പുള്ളി പാടാറുണ്ട്. അപ്പോൾ അത് ഇവർ കേൾക്കുമല്ലേ. അപ്പോൾ അത് കേൾക്കാൻ അത്രയും ഒരുമിച്ച് ജനം കേൾക്കാൻ ഇടയാവുന്നുണ്ട് അവിടെ. അപ്പോൾ അത് നല്ലതല്ലേ? എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. പിന്നെ അതിന് വേറെ വിമർശനമുള്ള ആളുകൾ കാണും കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു വ്യക്തിപരം അതാണ്. പിന്നെ എല്ലാത്തിനും മോശമാക്കാതെ ആ തനിമ നിലനിർത്തി പിന്നെ ഇവർക്ക് ചെയ്യാം, അവരുടെ ചിന്തകൾ ചെയ്യാം. അപ്പോൾ
യുവതലമുറയെ ഈ നാടൻ പാട്ടിനോട് അടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ്? അല്ല ഇപ്പം പറയുന്നത് തന്നെ അതാണല്ലോ. അപ്പം അത് അടുപ്പിക്കാൻ ഇപ്പം ഒരുപാട് പേര് കേൾക്കാം. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കേട്ടോ, നാടൻ പാട്ടിൻ്റെ പഴയ നാടൻ പാട്ടിൻ്റെ ട്യൂൺ പിടിച്ച ഇപ്പം പുതിയ സിസ്റ്റത്തിലുള്ള പാട്ടുകൾ അല്ലേ നമ്മൾ കേൾക്കാറില്ലേ, അതിട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചു. ഇപ്പം പിള്ളേർ സെറ്റാണെങ്കിൽ പോലും അപ്പം യുവജനങ്ങൾ അവർ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവർക്കൊരു ഹരമുണ്ട്. അപ്പം ഇപ്പോഴത്തെ മ്യൂസിക്കും കൂടെ വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ല പണ്ട് തൊട്ടാണ് പോലും ഇപ്പൊ കലാഭവൻ മണിയൊക്കെ നാടൻ പാട്ട്. അല്ല അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിൽ ഈ നാടൻ പാട്ടിന് ഇത്രയും ഒരു പ്രീതി ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ നമ്മുടെ CJ കുട്ടപ്പൻ സാറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പ്രൊവൈഡ് ചെയ്യാനൊക്കെ അവസരം കിട്ടിയായിരുന്നു. അദ്ദേഹമൊക്കെയാണ് ഇപ്പം ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു. നാടൻ പാട്ടിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്നുള്ളത് എൻ്റെ നാടൻ പാട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താമസിക്കുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പം അന്നൊരു ചെറിയൊരു പിള്ളൊക്കെ കഴിഞ്ഞ അമ്പലമായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഭജനപ്പാട്ട് കേൾക്കാൻ അവിടെ പോകുമായിരുന്നു. അപ്പം ചെറുതായിട്ട് ദൈവത്തിന് അതിനോട് ചെറുതായിട്ട് പാടും. അപ്പം അങ്ങനെ ആ ഒരു ഭജനപ്പാട്ടുകളുടെ ഒരു ഇഷ്ടം പിന്നെ അത് നാടൻ പാട്ടിലേക്ക് വന്നു. പിന്നെ നാടൻ പാട്ടുകൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നാടൻ പാട്ടിലൂടെ സാധിക്കണമെന്നുണ്ടോ? നാടൻ പാട്ട് ഇനി സാധിക്കാൻ ഞാൻ ഒരു കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, നാടൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അത് സമകാലികമായിട്ട് നമ്മുടെ കൺമുമ്പിൽ വരുന്നൊരു വിഷയം എന്താണോ അതിനെക്കുറിച്ചാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2018 പ്രളയം വന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുക. അപ്പം ഒരു ചെറിയ തോടാണ്. ആ തോട് നിമിഷ നേരം കൊണ്ട് ഒരു 6 മതി. അപ്പം അപ്പം എനിക്ക് മനസ്സിലായി പണ്ട് കാലത്തൊക്കെ അടിയാൻ കുടിയാൻ വ്യവസ്ഥയുണ്ടല്ലോ. അപ്പം അന്ന് പണിയെടുക്കുന്നവനെ അവനെ വീട്ടിൽ വിടത്തില്ല. ഇതുപോലെ പെരുമഴയില്ല, എന്ത് പെയ്താലും വിടത്തില്ല, അവനവിടെ പണിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എഴുതിയൊരു പാട്ട് നമ്മുടെ ആദ്യം ന്യൂസ് 18 ചാനലിലൂടെ ആദ്യം ഞാൻ ചെയ്യുന്നത്, TV പ്രോഗ്രാം ചെയ്യുന്ന ആദ്യമാണ്. ഏഴോളം ചാനൽ ചെയ്തത് പറയാം. അപ്പം അന്ന് ഈ പാട്ട് എഴുതുമ്പോൾ പ്രളയം പോലെ, അതായത് ചെറിയ തോട് ഒരു നിമിഷം നേരം കൊണ്ട് ഒരു മണിക്കൂറൊന്നും ആയില്ല, കഴിയുമ്പോൾ വലിയ 6 പോലെ വരിക. അപ്പം ഞാൻ ഓർത്തു, അന്നത്തെ കാലം ഓർത്തിട്ട് അങ്ങനെ എഴുതി. കാറ്റും മഴയും അയ്യോ തകർത്തു വരുന്നേ, എൻ്റെ കൂരയിലേക്കൊന്നു പോകട്ടെ തമ്പ്രാ, പേമാരി പെയ്യണ കണ്ടെൻ്റെ നെഞ്ച് തകർന്ന്, 4 തൂണു മൂലപ്പുരയല്ലേ ഞങ്ങളുടെ വീട് അന്ന് അങ്ങനെയൊരു പാട്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് കൺമുമ്പിൽ കണ്ട വിഷയമാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ലഹരിക്കെതിരെ, നരഹത്യ, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ ചെയ്തു. പറയാവേ, അതായത് അതിനകത്ത് ലഹരിക്കെതിരെ തുടങ്ങുന്നതിനാണ്. അവിടെ ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് 4 വയസ്സുകളിലെ മോനുള്ളൂ, അമ്മ ഇല്ലാത്ത കുട്ടിക്ക്. അപ്പോൾ എന്നും അച്ഛൻ വരുന്ന കുഞ്ഞ് നഴ്സറി പോയിട്ട് വരുന്നു. അപ്പോൾ അച്ഛൻ അവിടെയുണ്ട്. എന്നും വരുന്നവനെ ഓടിച്ചെന്നു. പക്ഷെ അന്ന് ഈ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പലതരം ലഹരി ഉണ്ട് കേട്ടോ, എല്ലാ ലഹരിയും മോശമാണ്. അപ്പം അന്ന് ലഹരിക്ക് കീഴ്പ്പെടുന്ന അദ്ദേഹം ഈ കൊച്ചിനെ കഴുത്തി വെച്ച് കൊല്ലുന്നൊരവസ്ഥ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു വിഷയം മനസ്സിൻ്റെ കിടന്നു. അപ്പം അങ്ങനെയാണ് ആ പാട്ട് എഴുതിയത്. നരനെ നരൻ ഭുജിച്ചിടും കൊടിയ വിഷമേറി നിൽക്കുന്ന കാലം, കഥയേതുമറിയാതെ നാമും എന്തിനിമ പൂട്ടി നിൽക്കും നിദേവം. നരനെ നരൻ ഭുജിച്ചിടും കൊടിയ വിഷമേറി നിൽക്കുന്ന കാലം, കഥയേതുമറിയാതെ നാമും എന്തിനിമ പൂട്ടി നിൽക്കും നിദേവം. രണ്ടാമത്തെ വരി എഴുതിയത് എന്ന് ഈ പറഞ്ഞ കഥയില്ലേ ഞാൻ എഴുതണ്ടെന്ന് വെച്ചു. പക്ഷേ എന്നോട് അതുപോലെ അറിവുള്ളവർ പറഞ്ഞു, നിന്റെ മനസ്സിലൊന്ന് എഴുതി വെക്ക്, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്യണമെന്ന് ചെയ്യാതിരിക്കട്ടെ. അരുതെന്ന് യാചിക്കുമോ മനക്കുഞ്ഞിൻ്റെ ശിരസറുത്തിടുവാൻ വിരളി പൂണ്ടു. അടുത്ത് കൊന്നു ലഹരിയുടെ ഒരു തീവ്രതയുണ്ട്. ഇനി ആദ്യത്തെ വരികൾ പാടിയെങ്കിൽ ഇനി രണ്ടാമത്തെ അതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ.
അച്ഛൻ്റെ കൈ പിടിച്ചോടിക്കളിച്ചവൾ അച്ഛനെ കണ്ടു പകച്ചു നിൽപ്പൂ. കരുതലാകേണ്ടവർ കപടലാസ്യത്തിൻ്റെ ഇരകളായിത്തീരുന്നു ലഹരിയാലെ, ഇരകളായിത്തീരുന്നു ലഹരിയാലെ. അരുതെന്ന് യാചിക്കുമോ മനക്കുഞ്ഞിൻ്റെ ശിരസറുത്തിയിടുവാൻ വിരളി പൂണ്ടു. പിടയുന്ന നേരത്തു മാമകൾ വിറയാർന്ന മൊഴികളാൽ അച്ഛനെ വിളിച്ചിരിക്കാം. അമ്മയില്ലോ, ഈ അച്ഛനല്ലേ കൊന്നതും. അപ്പോഴും ആ കുഞ്ഞ് ആരെ വിളിക്കുന്നത്? പിടയുന്ന നേരത്തു മാമകൾ വിറയാർന്ന മൊഴികളാൽ അച്ഛനെ വിളിച്ചിരിക്കാം. അങ്ങനെ ഒരു യഥാർത്ഥ സംഭവം അത് അങ്ങനെ തന്നെ നമ്മൾ ഉള്ളിൽ കണ്ട് എഴുതിയിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു സമൂഹത്തിന് മെസ്സേജ് ഇതുപോലെ വേറൊരു പാട്ട് ചെയ്യുന്നത് എല്ലാം നാടൻ പാട്ടിൻ്റെ ഒരു ചുവട് പിടിച്ച് ചെയ്യുന്നേക്കുന്നത്. പിന്നെ നമ്മളെ പെൺകുട്ടികൾ അവർക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യേണ്ട മക്കളുണ്ടോ? പെൺകുട്ടികളെ അവർക്ക് വേണ്ടി അത് മറന്നുപോയി. ആദ്യത്തെ ഒരു പാട്ടായിരുന്നു. പൊന്നു വിളഞ്ഞിടുന്ന ഭൂമിയാണേ ഈ മണ്ണിനും പൊൻകണിയായി കണ്ണേയൻ കണ്ണിൻ കൺമണിയേ. അങ്ങനെ നമ്മളെ ജനിച്ച ആ സമയം വരെ വലുതാവുന്നതും വരെയുള്ളൊരു ശരിക്കും എല്ലാ പാട്ടിലും ഞാൻ നോക്കിയിട്ട് ഒരു എന്താ ഹൃദയസ്പർശിയായിട്ട് ഒരു ജനജീവിതത്തോട് ടച്ച് ചെയ്ത ഒരു ആത്മാർത്ഥതയായിട്ടാണ് എല്ലാ ഓരോ വരിയാണെങ്കിൽ പോലും മകളെ അങ്ങനെ കാണണം എന്ന് വെച്ചാൽ അതെ. കാട്ടരുവിച്ചന്തെങ്കിലങ്ങണ പാദസരമിട്ട് നീ വരുമ്പോ, കാട്ടരുവിച്ചന്തെങ്കിലങ്ങണ പാദസരമിട്ട് നീ വരുമ്പോൾ മാരിവില്ലം ചാരേ വന്നിട്ട് കാതിൽ ചൊൽവതും എന്താടി. അതാ അവൾക്ക് ഈ മാരിവില്ലിന് ഇവിടെ നാളം വരുന്നുണ്ട് നമ്മുടെ മോളെ കണ്ടിട്ട്. അതുപോലെ ആ സ്നേഹവും പിന്നെ സിമ്പിളായിട്ട് ഒരു കരുതൽ. മിന്നിത്തന്നും മിന്നാവിനുങ്ങിനെ കണ്ടു നീയെങ്ങും പോയിടല്ലേ, മിന്നിത്തന്നും മിന്നാവിനുങ്ങിനെ കണ്ടു നീയെങ്ങും പോയിടല്ലേ, മിന്നിടുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ചൊല്ലതും കണ്ടു നീ. മനസ്സിലായി? സിമ്പിളായിട്ടാണ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാവണം. അത് അങ്ങനെ ആ ഒരു സാഹചര്യം ചെയ്ത പാട്ടുകൾ. പിന്നെ നമ്മളിപ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ കഴിഞ്ഞ ടൈമിന് മന്ത്രി ചെയ്ത മണിയാശാൻ ഒരു അവാർഡൊക്കെ തന്നെ കർഷക ദിനത്തിൽ കർഷകർക്ക് വേണ്ടി ഞാൻ പാട്ട് ചെയ്തിരുന്നു. അതിനകത്ത് അവാർഡ് പുള്ളി അദ്ദേഹത്തിൽ നിന്ന് മേടിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അതേപോലെ നമ്മുടെ ഇടുക്കിയെക്കുറിച്ച് ഞാനൊരു പാട്ട് എഴുതി. അത് നമ്മുടെ 24-ൽ വന്നായിരുന്നു, ചാനലിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കി നമ്മുടെ പഴയ കാരണന്മാരൊക്കെ ഇവിടെ വന്ന ആ സാഹചര്യം പോലുള്ള അവസ്ഥ വെച്ച് പാടി എഴുതിയത്. നടന്നതി ദുരിതമേകിയ മലയിറക്കങ്ങൾ, ഇവിടെ ഞങ്ങളുടെ പഴമ നൽകിയ പുതിയ പാഠങ്ങൾ. നടന്നതി ദുരിതമേകിയ മലയിറക്കങ്ങൾ, ഇവിടെ ഞങ്ങളുടെ പഴമ നൽകിയ പുതിയ പാഠങ്ങൾ. മഞ്ഞോടും മാമലമേലെ പൊൻകിരണം തുള്ളിത്തെളിയും നല്ലോമൽ പൈങ്കിളി പാടുന്നേ, മഞ്ഞോടും മാമലമേലെ പൊൻകിരണം തുള്ളിത്തെളിയും നല്ലോമൽ പൈങ്കിളി പാടുന്നേ. പാടുന്നൊരു പുഴയും കാറ്റും ഓടുന്നൊരു മാനും ചേരും നല്ലൊരിടുക്കിയാണ് ഞങ്ങളുടെ പൊന്നായ ഭൂമിയാണ്. അങ്ങനെ പാട്ട്. അതിനകത്തെ എല്ലാവരും ഞാനൊരു സിമ്പിൾ ഒരു ഇത് വെച്ചാണ് എല്ലാവരും പറയും നമ്മള് വെയിൽ മായണ നേരം നോക്കി നറുപുത്തരി ചോറ് വിളമ്പാൻ കൊതിയുള്ളൊരു കാലം പോയേ. ഇപ്പം എല്ലാവരുടെ പട്ടിണി ഉണ്ടപ്പം ഇവിടെ പട്ടിണിയൊന്നും ഇപ്പം ഇല്ല അല്ലേ? അന്ന് വെയിൽ മായണ നേരം നോക്കി നറുപുത്തരി ചോറ് വിളമ്പാൻ കൊതിയുള്ളൊരു കാലം പോയേ. എന്തുകൊണ്ടാ? വലിയാനത്താരകൾ തോറും വിളകാത്ത് കിടന്നത് ഞങ്ങളുടെ ഉശിരുള്ളൊരു കാറന്നന്മാരെ. നിഴൽ മായണ നേരം നോക്കി നറുപുത്തരി ചോറ് വിളമ്പാൻ കൊതിയുള്ളൊരു കാലം പോയേ. നിഴൽ മായുന്നത്. അപ്പൊ വൈകുന്നേരം നല്ലതും പറയും. പക്ഷെ എപ്പോഴാണ് നിഴൽ മായുന്നത്? ഉച്ചയ്ക്ക് അല്ലേ? സൂര്യൻ നമ്മുടെ തലയ്ക്ക് മേലെ വരുമ്പോ. അപ്പൊ ആ സമയത്ത് കഞ്ഞി കുടിക്കണത് വിശന്നിട്ട് പണിയെടുക്കുമ്പോ. നിഴൽ മായണ നേരം നോക്കി നറുപുത്തരി ചോറ് വിളമ്പാൻ കൊതിയുള്ളൊരു കാലം പോയേ.
വലിയ ആനത്താരകൾ തോറും വിളകാത്ത് കിടന്നത് ഞങ്ങളുടെ ഉശിരുള്ള ആന വരുന്നത് അവിടെ അവർ കടന്നു അന്ന് പണിയെടുത്തു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പട്ടിണിയൊന്നുമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം എത്തിയത്. അതിനെക്കുറിച്ച് ആ പാട്ട് ചെയ്തു വെച്ചു. ഇങ്ങനെയാണ് ഒരുപാട് പാട്ട് ചെയ്തിപ്പോൾ എല്ലാം പറയുന്നില്ല, എങ്കിൽ പോലും ഇങ്ങനെയാണ് എല്ലാ പാട്ടുകളും സമകാലികമായിട്ട് വരുന്ന ചിന്തകൾ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പഴയ കാലത്തെ കാരണം വരെ അങ്ങനെ ചെയ്തു വെച്ചു ഇല്ലേ. ഇപ്പം നമ്മളിവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ പാട്ടുകൾ ഒരുപക്ഷെ വന്നിരിക്കുന്നു ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കൂടെ എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴായിരിക്കുകയല്ല, നമ്മളൊക്കെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഏത് ആരാ ചെയ്യുന്നതിന്, അതായത് എങ്ങനെ വരുന്നു അപ്പോൾ ചിന്തിക്കാൻ ഇടയാവും. ഇപ്പം നമ്മൾ ആ പഴയ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നില്ലേ നോക്കി എന്ന് പറഞ്ഞൊരു ചിന്തയും കൂടെ. വെല്ലുവിളി മാത്രമേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, ഈ കലാകാരന്മാരെ നമ്മളെ പ്രത്യേകിച്ച് ഇടുക്കിക്ക് കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് യാത്രാ സൗകര്യമില്ല. എവിടെയെങ്കിലും പോയി ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരു പാട്ട് പാടണം, ഇപ്പം നമ്മൾ താഴെ പോകണം, ഇവിടെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രോത്സാഹനം അതിന് വലിയൊരു ഘടകമാണ്. പിന്നെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ. അപ്പം ഇപ്പം നമ്മുടെയൊക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പം പണിയെടുക്കാൻ പോയി എങ്കിലേ ജീവിതം മുമ്പോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ പാട്ടിനെ പുറകെ പോകാനും കൂടെ വയ്യാത്തൊരു സാഹചര്യം വരും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ തന്നെ അസ്വാരസ്യം ഉണ്ടാകും. ഞാൻ ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരുപാട് പേര് അന്ന് പറഞ്ഞു, എടാ നീ പാട്ടും കൊണ്ട് നടന്ന വീട്ടിൽ കഞ്ഞൂണി നടക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാനും ചിന്തിക്കും, പക്ഷേ എങ്ങനെ ഞാനിത് വിടാതെ ഇവിടെ സരി പിടിച്ചു. അപ്പം അവിടെ പോകും, പക്ഷേ ഇവിടെ ചെയ്യും. ഇപ്പം ഞാൻ വന്നതുപോലെ അപ്പം അങ്ങനെ പിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റിയത്. അപ്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രയത്നിക്കുക, പരിശ്രമിക്കുക, നോക്കുക. ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ പറയാൻ എന്തൊക്കെ ചെയ്യണം. യുവതലമുറയ്ക്ക് എന്തെങ്കിലും സന്ദേശം അങ്ങനെ നൽകാനുണ്ടോ? സന്ദേശം ഞാൻ നമ്മൾ പറഞ്ഞില്ല, അതേ ഉള്ളൂ. അവർ പഴമയെ നശിപ്പിക്കാതെ പുതിയതിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യട്ടെ. അല്ല ഈ വെല്ലുവിളികളുടെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, പരിശ്രമിച്ചെങ്കിലേ, അല്ലാതെ ഒരു എന്തെങ്കിലും ചെയ്തു അവിടെ പരാജയപ്പെട്ട അന്നേരം പോയി അങ്ങനെ അല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചില പ്രോഗ്രാമിന് വരെ പോയിട്ട് ചിലപ്പോൾ പരാജയം വരും. അപ്പോൾ ഈ കൂടെയുള്ളവർ പറയും, അയ്യോ ഇനിയൊന്നും ഞാനില്ല. നമ്മളങ്ങനെ തോറ്റിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടെ ഒരു പരാജയം പറ്റി, ഇതിനും നന്നായിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. എങ്കിലും നമുക്കവിടെ നിലനിൽപ്പുള്ളൂ. അങ്ങനെ വേണ്ട കാര്യമില്ല. ചിലപ്പം പരാജയം വരും, ഉറപ്പായിട്ടും വരും. പരാജയം ഇല്ലാതെ വിജയം ഉണ്ടാവില്ല. പരാജയം വരും, പക്ഷേ അതിനെ പ്രതിരോധിക്കുക, വീണ്ടും പോവുക. ഒന്ന് വീണാൽ കുഴപ്പമില്ല, വീഴുമ്പോൾ നടക്കാൻ പഠിക്കാം അല്ലേ. വീഴുമ്പോൾ എല്ലാം നടക്കുന്നേ എന്ന് ചോദിച്ചു, അത്രയൊക്കെ ഉള്ളതേ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഞാൻ മുമ്പ് ഒരു പാട്ട് പറഞ്ഞല്ലോ, ആ പാട്ട് കിട്ടിയത് അത് മണ്ണിൻ്റെ മക്കളുടെ പാട്ട് കേൾക്കാതെ പോകുന്നവരേ നിങ്ങൾ. അതായത് നമ്മൾ ടെക്നോളജിയൊക്കെ എത്രത്തോളം വളർന്നാലും ഈ പണിയെടുക്കുന്നവർ, ആ കർഷകർ, അവർ തരുന്ന അന്നം ഉദരത്തിൽ ചെന്നെങ്കിൽ നമുക്കിത് ബുദ്ധി ഉണ്ടാവില്ലേ. അല്ല, ഇത് വർക്ക് ചെയ്യും ശരിയാ, നമുക്ക് വേണേൽ പോകുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ച്. പക്ഷേ ഇത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അവരെ മറന്നു പോകരുത്. ആര് അന്നം തരുന്നവർ, കർഷകരെ, അവരെ മറക്കരുത് എന്ന് ചെയ്ത പാട്ടാണ് അന്ന് ഇത് ചെയ്തത്. മണ്ണിൻ്റെ മക്കളുടെ പാട്ട് കേൾക്കാതെ പോകുന്നവരേ നിങ്ങൾ, ഉണ്ണുന്നതും ചൊല്വതുമെല്ലാം ഞങ്ങളുടെ ചോരയാണേ. പൊള്ളുന്നൊരു ദീവയിലേറ്റു നടന്നു കിളച്ചതിവരാണേ, ഒന്നിനോടും തോൽക്കുകയില്ലെന്നുറച്ചു പറഞ്ഞതിവരാണേ. പൊള്ളുന്നൊരു ദീവയിലേറ്റു നടന്നു കിളച്ചതിവരാണേ, ഒന്നിനോടും തോൽക്കുകയില്ലെന്നുറച്ചു പറഞ്ഞതിവരാണേ. ഒന്നിനോടും തോൽക്കുകയില്ലെന്നുറച്ചു പറഞ്ഞു. അവരങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതെല്ലാവരും മറന്നു പോകുന്നുണ്ട്, ബാക്കി എല്ലാ ലോകത്തേക്കും പോകുമ്പോഴേ. അപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു പാട്ടാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ചെയ്തൊരു പാട്ട് നമ്മുടെ മൃദുലാഭാര്യയുടെ പാട്ട്, ഞാൻ എഴുതിയ പാട്ട്. അത് നാടൻ പാട്ടിന് ശരി തന്നെ ദേവി ഭക്തിയാണ് ചെയ്തത്. ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. ഭയങ്കര ഇതായി, നല്ല ഇതായി പോയി. ഞാനാണ് എഴുതിയതും മ്യൂസിക് ചെയ്തത് ഞാനാണ്. നേരത്തെ ഫസ്റ്റിലെ ആലാപ ഫസ്റ്റിലത്തെ ഞാൻ പാടിയിരിക്കുന്നത് നേരത്തെ. ബാക്കി അദ്ദേഹം പാടി. നല്ല വിജയമായിരുന്നു. അതെ, അത് ആടി വരും നമ്മ, പാടി വരും നമ്മ, കാളിയ നീലിയമ്മ, കള്ളിമാനിതൻ ദേവിയമ്മ.
ആടി വരുന്നമ്മ പാടി വരുന്നമ്മ കാളിയം നീലിയമ്മ കള്ളിമാലിതൻ ദേവിയമ്മ ചന്ദ്രക്കല ജടയിലണിയും ഈശൻ മകളെ കൈതൊഴുതിയിടുന്നേൻ ദേവി ഭദ്രേ ചന്ദ്രക്കല ജടയിലണിയും ഈശൻ മകളെ കൈതൊഴുതിയിടുന്നേൻ ദേവി ഭദ്രേ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നാടൻപാട്ടിനെ ചെറിയതായിട്ട് പറയാനുള്ളത്. നമുക്കല്ലേ ഇനി ഒരുപാട് നേരമൊക്കെ ഇരുന്ന് പറയുന്നത് ചെറിയൊരു ആമുഖം ആയിട്ടുണ്ടാവും. ഇനി ഇതിനെക്കുറിച്ച് നോക്കി ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. എല്ലാം നന്മയും പറ്റേ.